ഫ്യുവൽ ടാങ്ക് പമ്പ് മോട്ടർ ഹൗസിങ്ങിൻ്റെ ക്യാപ്പ് ഊരാൻ വേണ്ടിയിട്ടുള്ള ടൂള് ആണിത്. ഫ്യുവൽ ടാങ്ക് ക്യാപ്പ് ഓപ്പണർ. ഇത് നമ്മൾ ഒരുപാടെണ്ണം കൊടുത്തിട്ടുള്ള റൈറ്റാണ്. ഇത് ആദ്യകാലങ്ങളിൽ വരുമ്പോൾ 160 mm ലെങ്ത്തിലാണ് ഇത് വന്നിരുന്നത്. അന്ന് കമ്പനി ഇത് യൂണിവേഴ്സൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇറക്കിയിരുന്നത്. ഇത് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചൈന മോഡൽ ബട്ടർഫ്ലൈ നട്ടിട്ട് വന്നിരുന്നതാണ്. അത് നമ്മൾ കൊടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ ലെഗിന് ബലമില്ല എന്നൊരു കംപ്ലൈൻറ്റ് വന്നതിൽ നമ്മളത് ചെയ്യാണ്ടായി. അതിന് ശേഷമാണ് ഇത് MGT ബ്രാൻഡിൽ ഈ ഒരു ഐറ്റം വന്നത്. ഇത് തുടക്കത്തിൽ അവർ യൂണിവേഴ്സൽ ടൈപ്പ് എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അതൊരു മാരുതി എന്ന് മാറ്റി വെച്ചു. പക്ഷെ ആദ്യ കാലങ്ങളിലൊന്നും ഇതിന് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് ചില വണ്ടികൾ കഴിക്കാൻ പറ്റണില്ല എന്ന് നമ്മൾ കസ്റ്റമേഴ്സ് പറഞ്ഞനുസരിച്ചിട്ട് മാനുഫാക്ചർക്ക് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരതിൻ്റെ ലെങ്ത്ത് കൂട്ടി കഴിഞ്ഞപ്പോൾ നമ്മുടെ വയനാട്ടിലെ വൈശാഖ് വാങ്ങിച്ചതിന് പുള്ളി ബീറ്റിന് അഴിക്കാൻ പറ്റണമെന്നുള്ളൊരു കംപ്ലൈൻറ്റ് പറഞ്ഞതിനെ തുടർന്ന് നമ്മൾ വീണ്ടും അത് റെഫർ ചെയ്തപ്പോൾ അവർ വീണ്ടും പഴയ പോലെയാക്കി. അപ്പോൾ ബീറ്റിന് ഇത് സൂട്ടാണ്, ഓക്കെ. അത് എനിക്ക് നമ്മുടെ കോട്ടയം കല്ലറയിൽ അവിടെ നിന്ന് ഒരു ആശാൻ മേടിച്ചപ്പോൾ പുള്ളി ബീറ്റിന് വേണ്ടിയിട്ട് അഴിച്ചെന്ന പുള്ളി എന്നോട് പറഞ്ഞത്. പക്ഷേ വൈശാഖിൻ്റെ കേസ് വന്നപ്പോഴത്തേക്ക് ആ ലെങ്ത്തിൻ്റെ കേസ് കംപ്ലൈൻ്റ് ആയ ബോഡി തട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ഇത് പഴയ പോലെയാക്കി. ഇതിപ്പോൾ ജയ കുറുമശ്ശേരി നമ്മുടെ ജിയോൻ്റെ വർക്ക്ഷോപ്പിൽ ഇന്നലെ വൈകുന്നേരം ചെന്ന് പുള്ളി വിളിച്ചു വരുത്തി നമ്മളൊരു ടൂൾ അവിടെ എമർജൻസി ആയിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വള്ളി കയറി. ഇതിന് എറ്റിയോസിന് ഇഷ്ടം പോലെ അഴിക്കുന്നതാണ്. പക്ഷേ ആരും തന്നെ ഇങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് മുമ്പിട്ട് പറഞ്ഞില്ല. നിങ്ങൾ പറയുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എറ്റിയോസിന് അഴിക്കണമെങ്കിൽ 175 വേണം, അതായത് മറ്റേ മോഡൽ വേണം. അത് എനിക്ക് സുഹൈബ് കാർ ഡിഫൻഡിൽ കറക്റ്റായിട്ട് പറഞ്ഞ ആ എറ്റിയോസിൻ്റെ അഴിക്കേണ്ട വിധമൊക്കെ നമ്മൾ റീൽ ചെയ്തിരുന്നു. ഏതിനും കടിച്ചതിൽ വലുതാണ് ആളെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. പരിഹാരം ഉണ്ടാക്കാം.